സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ദൈവനീതി. ദൈവനീതി മനുഷ്യനെ പാപത്തിൽ നിന്നും പൂർണ്ണമായി വേർതിരിക്കുന്നു, വിച്ഛേദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡിസ്കണക്ട് അസ് ഫ്രം സിൻ. ദൈവനീതി ദൈവത്തിന്റെ മുൻകൈ എടുക്കലിലൂടെ മനുഷ്യരുടെ പാപങ്ങളെ അകറ്റുന്ന പ്രവർത്തനമാണ്. ദൈവത്തിന്റെ മുൻകൈ എടുക്കലിലൂടെ ദൈവനീതി. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയായിരുന്നു ഇതിനു മുമ്പ്? ഔസേപിതാവ് അവൻ നീതിമാനാകയാൽ. അപ്പോൾ എനിക്ക് കിട്ടിയ വലിയ ഒരു ഉൾക്കാഴ്ച, ഞാൻ അന്ന് എന്നിലുള്ള ഈ ഫരിസേയ സ്വഭാവത്തെ കണ്ടെത്തി. മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ തെറ്റ് കണ്ടുപിടിച്ച് നാലാളോട് പറയുന്ന സ്വഭാവം, അവരെ ചെറിയ തരത്തിലൊന്ന് അവഹേളിക്കുന്ന സ്വഭാവം, അത് പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന സ്വഭാവം, ഇതെല്ലാം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു. അതോടൊപ്പം എനിക്ക് മനസ്സിലായി, ഇതെല്ലാം ചെയ്തിരുന്ന ഫരിസേയരിൽ ആരിലും ഈ വരദാനങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ പാവപ്പെട്ട കൊർന്നേലിയോസ് പ്രവർത്തിച്ചിരുന്നു. വിജാതീയനാണ്. നമ്മുടെ കൂടെ എന്തോരം വിജാതീയരിലും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ നീതിമാന്മാരാണെന്ന് ഞെളിഞ്ഞ് നടക്കുന്ന പലരിലും ഇത് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഈ ദൈവനീതിക്കെതിരായുള്ള ഫരിസേയ നീതിയാണ് നമ്മളിലുള്ള ദൈവത്തിന്റെ ദൈവരാജ്യ അനുഭവത്തെ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ ദൈവരാജ്യത്തിലാണ് ഇവിടെ വെച്ച് തന്നെ. പക്ഷെ നമുക്ക് അനുഭവമില്ല. കാരണം നമ്മുടെ അകത്ത് ആ ഫരിസേയനുമുണ്ട്. ഞാൻ അന്ന് ഓടി കുമ്പസാരിക്കാൻ. ഇന്നേ വരെ എനിക്ക് ഇത്രയും ഒരു പ്രഷർ കിട്ടിയിട്ടില്ല കുമ്പസാരിക്കാനായിട്ട്. അതുപോലെ ഓടിച്ചെന്ന്. പക്ഷേ എൻ്റെ ഓട്ടം കൊണ്ടോ ധൃതി കൊണ്ടോ ആണെന്ന് അറിഞ്ഞൂടാ, ആ അച്ഛന് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് തോന്നി ശരിയായില്ല ഈ കുമ്പസാരം. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എനിക്ക് പരിചയമുള്ള, കുറച്ചും കൂടി നല്ല പരിചയമുള്ള, കുറേയും കൂടി ആരടുത്തും കുമ്പസാരിക്കട്ടെ, പക്ഷെ ഇതൊരു സ്പെഷ്യൽ കുമ്പസാരമായിരുന്നു. കാരണം ഇങ്ങനത്തെ കുമ്പസാരം അച്ഛൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ മറ്റേ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഇന്നലെ ഒരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചതാണ്, എനിക്ക് പാപപൂർത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവണില്ല. എന്നാൽ ശരി, നീ പറയും. പുള്ളി ഒരു പണ്ഡിതനാണ്, ഒരു ബൈബിൾ സ്കോളറാണ്. ഞാനിത് വിവരമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, ഇവിടെ ഇത് വലിയൊരു കണ്ടുപിടുത്തമാണല്ലോ. അതാണ് ഞാൻ പറയണേ, നമ്മളെല്ലാം നമ്മുടെ പാപവും പാപത്തിന്റെ ശാപത്തെയും പറഞ്ഞാൽ കുമ്പസാരിപ്പിക്കുന്നേ. അത് കുമ്പസാരിച്ചോ, പക്ഷെ അതിനേക്കാൾ വലുത് നമ്മളിലുള്ള ഫരിസേയ മനോഭാവം, നമ്മുടെ കണ്ണിലുള്ള തടിക്കഷ്ണം, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മൾ തന്നെ വിധിക്കപ്പെടുകയാണെന്നുള്ള ആ വിധി. അന്നത് കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ അകത്തുനിന്ന് പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെടൂ എന്ന് പറയണത് ഇവിടെയാണ് സംഭവിക്കണേ. പ്രൈസ് ദി ലോർഡ്. പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാപം മൂലമുള്ള പഴയ മനുഷ്യനല്ല, ആദത്തിന്റെ ആ ഫരിസേയ അല്ലെങ്കിൽ ആദത്തിന്റെ പാപം മൂലവും അല്ലെങ്കിൽ മോശയുടെ നിയമപ്രകാരവുമുള്ള നമ്മുടെ ഫരിസേയ മനോഭാവമാണ് പഴയ മനുഷ്യൻ. ഈ അർത്ഥത്തിലാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പലയിടത്തും പറയുന്നത്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്, പുതിയത് ഉടുക്കുക എന്നതാണ്. നമ്മൾ കുളിച്ചു കഴിഞ്ഞ് കുളത്തിലും ഈ കടപ്പുറത്തൊക്കെ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു തരം തുണി മാറലില്ലേ, നമ്മൾ ആ മുണ്ടെടുത്ത് അങ്ങ് ഉടുക്കും. ആദ്യം ഉടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ പഴയ മുണ്ട് വാങ്ങിച്ചു മാറ്റും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇതൊരു മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ മുണ്ടെടുത്ത് അങ്ങ് ഉടുക്കും, അത് കഴിഞ്ഞിട്ട് അകത്ത് കൈയിട്ടിട്ട് ആ ഈറൻ
ഉള്ള തുണി മാറ്റും. പഴയത് അവിടെ ഇരിക്കെ തന്നെ പുതിയത് ഉടുക്കണം. പുതിയത് ഉടുക്കുമ്പോൾ പഴയത് താനെ മാറും. ഇതുപോലെ പാമ്പിന് പടം പോകണം. എങ്ങനെ പാമ്പിന്റെ പടം മാറണത്? പുതിയ തോല് വന്നു കഴിയുമ്പോൾ പഴയത് പോകും. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പുതിയ വസ്ത്രം, ഈശോ പറയാണ് പുതിയ വസ്ത്രം കിട്ടിയിട്ട് അതിൽ നിന്ന് ആരും, ഇപ്പൊ അമ്മച്ചിമാർക്ക് മനസ്സിലാവും, ചേച്ചിമാർക്ക് അറിയാം, നിങ്ങൾക്ക് നല്ലൊരു സാരി കിട്ടി, അതിൽ നിന്നൊരു നൂലെങ്കിലും നിങ്ങൾ വലിച്ചെടുക്കുമോ? അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചിട്ട് പഴയത് ഒട്ടിച്ചു വെക്കുമോ? ആരും ചെയ്യാറില്ലെന്നാ പറയണത്. അതാരും ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? പഴയ പ്രമാണങ്ങളുടെ ആ കുപ്പായം അവിടെ ഇരിക്കെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന യേശുവിൻ്റെ പീഠാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ചെയ്ത് പഴയ പ്രമാണങ്ങളുടെ ആധിപത്യത്തെ റദ്ദാക്കിക്കൊണ്ട് പുതിയ കരുണാർദ്രമായ സ്നേഹം ഒഴുക്കിയിരിക്കുന്ന ആ പുതുജീവിതമാകുന്ന പുതിയ വസ്ത്രം കിട്ടിയിട്ടും ഈ പഴയ പ്രമാണത്തെ പിടിച്ചുകൊണ്ട്, ശ്രദ്ധിക്കണേ, ഞാനിതൊക്കെ പറയുമ്പോൾ പ്രമാണം പാലിക്കണ്ടെന്നോ ഉപസാരിക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയണത്. അതിൻ്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി പറയണത്. നമ്മൾ യേശുക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ, യേശുവിൻ്റെ കൃപാവരം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ താനേ പ്രമാണങ്ങൾ പാലിക്കപ്പെട്ടോളും. മനസ്സിലാവണ്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രമാണങ്ങളിലൂടെ മാതാവില് യേശുക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ മാതാവ് ഇപ്പോ വിശുദ്ധിയായി. മാതാവ് കൃപ കൊണ്ട് നിറഞ്ഞപ്പോ പ്രമാണം ഓട്ടോമാറ്റിക്കലി പാലിക്കപ്പെട്ടോ? എന്ന പോലെയാണ് നമ്മൾ പുതുജീവൻ വരുമ്പോൾ ഉണ്ടാവുന്നത്. എന്നാൽ പ്രമാണത്തെ മാത്രം പിടിച്ചു നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പുതുജീവനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഈ അർത്ഥത്തിലാണ് ചിലര് നിന്റെ ഈ കുടുംബ പ്രശ്നത്തിനൊക്കെ കാരണമേ, ഇപ്പൊ ചിലർ പറഞ്ഞു, എൻ്റെ ബ്രദറെ ധ്യാനം കൂടാൻ പോയപ്പോൾ എൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് പോയത്. ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പാവവും എൻ്റെ തലമുറകളുടെ പാവവും എല്ലാം എൻ്റെ തലയിൽ വന്നിരിക്കുകയാണ്. ഈ തലമുറകളുടെ പാപമെല്ലാം യേശുക്രിസ്തു ഏറ്റെടുത്തോ? നമുക്ക് കിട്ടിയ മാമോദീസായിൽ നമ്മുടെ പൂർവീകരുടെ സകല പാപവും മുറിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഇപ്പോഴാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ഇങ്ങനെ മറിച്ച് യേശുക്രിസ്തുവിലൂടെ ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പൊ പറയാണ്, ഇല്ല, ആ കൊച്ചിന്റെ ചെവിവേദനയുടെ കാര്യം, ആ കൊച്ചിന്റെ കാലിന്റെ അല്ലെങ്കിൽ കടബാധ്യതയുടെ ആ പ്രശ്നത്തിന്റെ ഒക്കെ കാരണം ഇപ്പൊ കൗൺസിലർ പറഞ്ഞു, ഇത് പൂർവ്വചാപ ബന്ധനമാണ്, അതിന് ഇത്ര ഇന്നത് ചെയ്യണം, ഇത്ര ഇന്നത് ചെയ്യണം, ഇത്ര ഇന്നത് ചെയ്യണം. ഇപ്പൊ എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിനെ വിട്ടു. ഈ വ്യക്തി ആരെ വിട്ടു? യേശുക്രിസ്തുവിനെ വിട്ടു. യേശുക്രിസ്തു ചെയ്ത പരിഹാര പ്രവർത്തനത്തെയും വിട്ടു. അതിന്റെ പുറത്ത് ഇപ്പൊ നമ്മൾ പരിഹാര പ്രവർത്തനം നടത്തി ഇതിനകത്ത് നിന്ന് മോചിക്കാൻ നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ വിശ്വാസത്തിൽ എങ്ങോട്ട് പോയി? വിശ്വാസത്തിൽ കുഴിയിലേക്ക് പോയി. മാമോദീസ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നിങ്ങളിൽ ആരോ ചിന്തിക്കുന്നത്, എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഇങ്ങനെയാണ്, ബ്രദർ ഇങ്ങനെയൊക്കെ പറയണം, വലിയ വലിയ അച്ഛന്മാർ അങ്ങനെ പറയണം, ഇപ്പൊ ആര് പറയണത് കേൾക്കണം? മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ പറയണത് കേൾക്കണ്ട, പിന്നെ ആര് പറയണത് കേൾക്കണം? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ജ്ഞാനം നൽകുന്നുണ്ട്. ഞാൻ ഈ പറയണതൊന്നും ആരും പറയണത് കേട്ടിട്ടല്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ഉള്ളിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ നിയമം ആരും ഒരാളെ പഠിപ്പിക്കേണ്ടതില്ല, പരിശുദ്ധാത്മാവ് തന്നെ അവരെ പഠിപ്പിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, പരിശുദ്ധാത്മാവെ എന്താണ് ഈ ബ്രദർ പറയണത്, എന്താണ് ഈ പുതിയ നിയമം എന്നൊന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ എളുപ്പം മനസ്സിലാവും. ഓക്കെ, നമുക്ക് സമയമില്ല. ഇപ്പം ഞാൻ അങ്ങനെ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ
അപ്പോഴാണ് എനിക്ക് തുടർന്ന് ഈ പുതിയ നിയമത്തിൻ്റെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ എനിക്കിങ്ങനെ കിട്ടാൻ തുടങ്ങി. ഇത് ഞാനൊരു പറയുമ്പോൾ എന്നെ നിങ്ങൾ കളിയാക്കണ്ട. കാരണം എനിക്കിതൊക്കെ മനസ്സിലായത് 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അത് കഴിയാൻ നോക്കിയിരിക്കണ്ട. കാരണം എനിക്ക് ഇതാരും ഇങ്ങനെ പറഞ്ഞ് തന്നില്ല, ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് അത്രയും കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഭയങ്കര ചിന്തിതനായിരുന്നു. നമ്മളുടെ ആദ്യ ധ്യാനങ്ങൾ കൂടിയിരുന്നിടത്തും പാടിയ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ പാടുന്നുണ്ടല്ലോ. കൃപയ്ക്കുമേൽ കൃപ നിറഞ്ഞൻ ജീവനെ, ഇതൊക്കെ നമ്മൾ പണ്ട് പാടിയിരുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പാട്ടും മുന്തിരിച്ചെടി ഇതൊക്കെ അന്ന് എഴുതിയപ്പോൾ അതേ ആശയം തന്നെയാണ് ഇതിലെല്ലാം ഇപ്പോഴും ആണെന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷമാണ് എനിക്ക് ഈ ദൈവിക ജ്ഞാനത്തിൻ്റെയും അത് ഈ ഫരിസേയ മനോഭാവം മാറുക എന്നുള്ള ആശയം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിൽ തന്നെ നിറഞ്ഞു കിടന്നിരുന്ന പുതിയ വീഞ്ഞ് ഇങ്ങനെ വീര്യത്തോടെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ചെയ്യണത്. ഇത് സത്യമാണ്. കാരണം ഈ പുതിയ വീഞ്ഞ് നമ്മുടെ ഉള്ളിൽ കിടന്ന് തിക്കുമുട്ടുകയാണ് ഇത് പുറത്തു വരാൻ. ഈ കർത്താവിന്റെ സുവിശേഷമല്ലേ നമ്മൾ പ്രഘോഷിക്കേണ്ടത്? ആണോ അല്ലയോ? അപ്പോഴാണ് ശ്രദ്ധിക്കണേ, സമയമില്ലല്ലോ, ആദത്തിന്റെ പാപത്തെക്കുറിച്ച് തന്നെയുള്ള യഥാർത്ഥ ബോധ്യമുണ്ടാവുന്നത്. സുവിശേഷത്തിനെ കുറിച്ച്, പഴയ നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് 129 നമ്പർ CCCയിൽ പറയുന്നത്, ക്രിസ്ത്യാനികൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ മിശിഹായുടെ വെളിച്ചത്തിലൂടെയാണ് പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത്. അതാണ് എമ്മാവൂസിലേക്ക് പോയിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. ഈശോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ നടന്ന് പറഞ്ഞിട്ടും പഴയ നിയമം പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് അവരുടെ മാത്രമല്ല, ഇതൊരു യൂണിവേഴ്സലായിട്ട് ലോകം മുഴുവന്റെയും ആത്മീയ നയനം ഉത്ഥാനത്തിന് ശേഷമാണ് യേശു തുറന്നത്. എന്തുകൊണ്ട് നിക്കോദേമോസിനെ യേശുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല? മനഃപൂർവ്വം കണ്ണ് തുറന്നില്ല എന്ന്. എന്തുകൊണ്ടാ? കണ്ണ് തുറന്ന് ഇത് യേശുവാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഇവരെല്ലാം ഈ മഹാനെ കുരിശുമത്തറയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടി അവൻ ഉപമകളിലൂടെ പറഞ്ഞു. ഇവൻ ആരാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലാകരുത്. അവർക്ക് ഇപ്പൊ മോചനം കിട്ടരുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവനാണ് മോചനം നൽകുന്ന ഈശോ മിശിഹാ എന്ന് അറിയുകയാണെങ്കിൽ ഈ ആളുകളെല്ലാവരും അയ്യോ എന്റെ പാപം മോചിക്കണേ എന്ന് പറഞ്ഞു വന്നാൽ യേശു ക്രിസ്തുവിനെ അപ്പോൾ മോചിപ്പിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? പാപം മോചിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താ? കുരിശുമരണം. കൽപ്പന പാലിക്കുന്നതിലൂടെയല്ല. യേശു കുരിശിൽ പീഡ അനുഭവിച്ച് പാപം ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത് പാപവും ശാപവും കുരിശിൽ തറച്ചാൽ മാത്രമേ മനുഷ്യവംശത്തിന് മോചനമുള്ളൂ. അതിനു മുമ്പ് എല്ലാവരും അറിയരുത് ഞാനാണ് മിശിഹ എന്ന്. അതുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതത്തിൽ ആരെങ്കിലും എന്നെ കുറിച്ച് എന്താ പറയണേ, അങ്ങ് പ്രവാചകനാണ്, ഓക്കെ, അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല, ഓക്കെ, നല്ല കാര്യം. നിങ്ങളെന്താ പറയണേ? അപ്പൊ പത്രോസ് മാത്രം പറഞ്ഞു നീ ജീവിക്കണം. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരോടും പറയരുത്, കാരണം എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, ഞാൻ പീഡ അനുഭവിക്കണം, ഞാൻ മരിക്കണം, എന്നാൽ 3-ാം ദിവസം. അപ്പോഴാണ് പത്രോസ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പോകട്ട കർത്താവേ. അപ്പോഴാണ് പറയണേ സാത്താനെ നീ എനിക്ക് പ്രതിബന്ധം ചെയ്യല്ലേ. ഓക്കെ, ആദം പാപം ചെയ്തതിൻ്റെ
ആദത്തിന്റെ പാപത്തിന് ശേഷം ദൈവം അവരെ ശിക്ഷിച്ചോ? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവരെ ശിക്ഷിച്ച് ഏദൻ തോട്ടത്തിൽ നിന്നും പറഞ്ഞു വിട്ടു. എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചോട്ടോ. ഒന്ന് കൈവച്ച് കാണിച്ച്, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പുതിയൊരു ബോധ്യം കിട്ടും. ഒന്ന് സ്തുതിച്ച യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇവിടെ പറയുകയാണ്, ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദൈവമായ കർത്താവ് തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ശ്രദ്ധിക്കണം, ഒരു മിനിറ്റ് കേട്ടോ. എങ്ങനെയാണ് ഈ ഉടയാട ഉണ്ടാക്കുക? തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കിയപ്പോൾ തന്നെ കുഞ്ഞാടുകളെ കൊന്നിട്ടായിരിക്കാം ഈ തുകൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ നീതിയുടെ കവചം ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഈശോ ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹത്തിന്റെ അടയാളമാണ് അത്. അവരെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, അവരെ അവഹേളിച്ച് നഗ്നരാക്കുകയുമല്ല ചെയ്തത്. മറിച്ച് അവരെ സംരക്ഷിക്കുന്ന നീതിയുടെ കവചം ഇതാ ധരിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് അടുത്ത് പറയണ, എല്ലാവരും നേറ്റു പറഞ്ഞ് അടുത്ത വചനം. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. തുടർന്ന് എല്ലാവരും ശബ്ദമുയർത്തി കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി ഭക്ഷിച്ച് പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. തുടർന്ന് കർത്താവ് അവരെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ഇതാണ് നിർണായകമായ ഒരു കാര്യം. ഇനി അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി എങ്ങാനും പറിച്ചു തിന്ന് അമർത്യരാകാൻ ഇടയാകരുത്. എന്താ അമർത്യരായാൽ? ശ്രദ്ധിക്കണേ, അമർത്യരാകണം നല്ല കാര്യമല്ലേ? ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്ന നല്ല കാര്യമല്ലേ? അമർത്യരാകണം നല്ല കാര്യമല്ലേ? ശ്രദ്ധിക്കണേ, അവരുടെ അവസ്ഥ എന്താ? അവർ പാപാവസ്ഥയിലാണ്. പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് പിശാചിനോടും പിശാചിന്റെ പ്രവർത്തനത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ പൈശാചിക അവസ്ഥ അവരിൽ നിലനിൽക്കുകയാണ്. ആ പൈശാചിക അവസ്ഥ നിലനിൽക്കുമ്പോൾ ആ പൈശാചിക അവസ്ഥയിൽ അവർ അമർത്യരായാൽ അവരാരാവും? അവർ പിശാചിനെ പോലെയാവും. പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ക്ലിയറായോ? മനസ്സിലായോ ഇല്ലയോ? ഒന്നുകൂടി പറയാം. അതായത് പിശാച് തന്നെ അമർത്യമായ ജീവിയാണ്. പിശാച് ഏത് രീതിയിൽ അമർത്യനാണ്? പാപാവസ്ഥയിൽ, തിന്മയിൽ അമർത്യതയാണ് പിശാച്. പിശാച് വാസ്തവത്തിൽ ആദത്തെയും ഹവ്വയെയും പറ്റിച്ച് ഞാൻ ഇത് തിന്ന ദൈവത്തെ പോലെ ആകും എന്ന നുണ പറഞ്ഞതിന്റെ ഉള്ളിൽ അവരിത് തിന്നാൽ പിശാചിനെ പോലെ ആകും. അത് വെച്ചുകൊണ്ടാണ് വീണ്ടും ഇവരെ ഈ പിശാച് തന്നെ, അതെ കണ്ടോ, ആ വൃക്ഷത്തിൽ നിന്നും കൂടി നീ ഭക്ഷിച്ചോ, അതുകൂടി ഭക്ഷിക്കുകയാണെങ്കിൽ ശരിക്കും പിശാചിനെ പോലെയായി. പിന്നെ കർത്താവിന് അവരെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിശാചിനെ രക്ഷിക്കാൻ പറ്റാത്തത്. പിശാചിനെ മാനസാന്തരപ്പെടുത്താൻ പറ്റാത്തത് എന്താ? അമർത്യനാണ് പിശാച്. പാപാവസ്ഥയിൽ അമർത്യമാണ്. ഇപ്പൊ ഒന്നുകൂടി വായിച്ച വചനം, ഇനി നിങ്ങൾ അവർ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു തിന്ന്
അമർത്യരാകാൻ ഇടയാകരുത്. കണ്ടോ ആ കരുണാർദ്രമായ സ്നേഹം. അപ്പോ അവരത് ചെയ്താൽ പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അവര് രക്ഷിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് മുൻപ്. അതെങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തു വന്ന് ഇവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഇവരിലുള്ള തിന്മയുടെ മരണാവസ്ഥയെ യേശു ഏറ്റെടുത്തുകൊണ്ട് യേശുവിലുള്ള നിത്യജീവന്റെ ജീവാവസ്ഥയെ കൈമാറുന്നു. അങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശു എങ്ങനെ നമുക്ക് രക്ഷ തന്നത്? മനുഷ്യരിലുള്ള ആദിമാതാപിതാക്കൾ ചെയ്ത പാപം മൂലമുള്ള ആ മരണാവസ്ഥ യേശു ഏറ്റെടുത്ത് യേശു മരിച്ചു. ആ മരിക്കുന്ന പ്രോസസ്സിൽ യേശു എന്ത് തന്നു? എന്ത് വെച്ച് മാറി? മരണാവസ്ഥ യേശു ഏറ്റെടുത്ത് മരിച്ചുകൊണ്ട് ജീവാവസ്ഥ ആദത്തിനും ഹവ്വയ്ക്ക് കൊടുത്തു. അതായത് മനുഷ്യ വംശത്തിന് കൊടുത്തു. എളുപ്പം മനസ്സിലായോ? ഇപ്പോ അങ്ങനെയാണ് അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവനുണ്ട്. അപ്പൊ അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുമ്പോൾ നമ്മളിലുള്ള മരണാവസ്ഥ പോയി നമ്മളിലേക്ക് യേശുവിന്റെ ജീവാവസ്ഥ കടന്നു വന്നു. നമ്മൾ നിത്യജീവൻ ഉള്ളവരായി മാറുന്നു. നമ്മുടെ നിത്യജീവൻ, അതായത് യേശുവിലുണ്ടായിരുന്ന ആ ജീവൻ, അതായിരുന്നു നമുക്ക് ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പോഴേ ഉണ്ടായിരുന്നത്. പക്ഷെ അത് പാപം മൂലം മങ്ങിപ്പോയി. എങ്കിലും കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. അപ്പൊ അത് സംഭവിക്കുന്നതിന് മുൻപ് ഇവരിപ്പോ ഇവിടെ ഈ ഏദെൻ തോട്ടത്തിൽ നിന്നാൽ അപകടമാണ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഇനി ഇവർ പുറത്ത് പോയിട്ടും കറങ്ങി തിരിഞ്ഞ് വിചാരിക്കുകയാണെങ്കിൽ കൊണ്ടുവരാം. അതുകൊണ്ട് ജീവന്റെ വൃക്ഷത്തിന് ചുറ്റും സെറാഫുക്കളെ നിർത്തിക്കൊണ്ട് വാളും പിടിച്ചുകൊണ്ട് അവിടെ പാറാവ് നിർത്തിയതെല്ലാം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാ. അപ്പോ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ വാത്സല്യം നിറഞ്ഞ പിതാവ് ഇവരോട് എങ്ങനെ പറഞ്ഞിട്ടുണ്ടാം? എൻ്റെ മക്കളെ, ഞാൻ നിനക്ക് പുതിയ നീതിയുടെ വസ്ത്രം തരുന്നു. നിങ്ങൾ ഇത് ധരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോ. കാരണം ഇവിടെ ഇനി നിങ്ങൾ നിന്നാൽ കൂടുതൽ അപകടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ എങ്ങാനും കൂടുതൽ തെറ്റ് ചെയ്ത് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ച് തിന്നാ പിന്നെ ഭയങ്കര അപകടം. അതുകൊണ്ട് മക്കൾ പോയിക്കോ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നിറയണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, വരദാനങ്ങൾ ഞങ്ങളിൽ നൽകണമേ. അപ്പൊ അപ്പോ തൽക്കാലം ഇത്രയൊക്കെ മതി. ഇതിൽ നിന്നും നമുക്കൊരു കുറെ സൂചനകൾ കിട്ടിയല്ലോ, ഇല്ലേ? നമ്മളിൽ കുറെ കാര്യങ്ങളുടെ ഡയറക്ഷനിൽ മാറ്റം കിട്ടിയോ ഇല്ലയോ? ഇനി ഈ ഡയറക്ഷനിൽ നിങ്ങൾ വളരണം. അതാണ് ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അതിൻ്റെ നീതിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാകുന്നതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ബാക്കിയുള്ളതെല്ലാം മനസ്സിലാകും. ഈ സുവിശേഷം മനസ്സിലാകും. ഞാൻ എന്നിലുള്ള ഫരിസേയ മനോഭാവത്തെ കണ്ടുപിടിക്കുകയും ഇപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. മറ്റത് ആരെങ്കിലും എൻ്റെ ടീമംഗങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ, പണ്ടേ തന്നെ ഞാൻ അങ്ങനെ കർക്കശക്കാരനല്ലായിരുന്നു. അപ്പൊ എന്നെ കുറ്റം പറഞ്ഞ് ഈ ബ്രദറിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങേരെ ആക്ഷനൊന്നും എടുക്കൊന്നുമില്ല. അപ്പൊ എന്നോട് ആരും പറയാറില്ല. കാരണം എന്താ? അപ്പൊ ചിലപ്പോൾ നീ ബ്രദറിനോട് പറയായിരുന്നില്ല. ഓ, അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പുള്ളി പറയും, നിങ്ങൾ പ്രാർത്ഥിക്കും.
ഞാൻ ആരെയും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ആരെയും കറക്ഷനും കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ അകത്ത് മനസ്സിലാവുന്നത് ഞാനൊരു പാപിയാണ്, എന്നെപ്പോലെയുള്ളൊരു പാപിയാണ് അവർ. നമ്മളെല്ലാം മാറ്റാൻ കർത്താവ് വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ഇതൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് കുറേയും കൂടി കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമായി. കാരണം നമ്മൾ ആരുടെയും പുറകെ ചിഹ്നം വിളിച്ച് നടന്നതുകൊണ്ട് അവർ മാറാൻ പോണില്ല. അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച സമയം കളണയിലും ഭേദം വല്ല സുഹൃദേവവും ചൊല്ലി കർത്താവിൻ്റെ കാര്യം നോക്കാല്ലേ നല്ലത്. ഇത് ഭയങ്കര ഒരു ഡയറക്ഷനാണ്. അപ്പൊ ലീഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കണ ലീഡേഴ്സ് ആകരുത്. അപ്പൊ നമ്മൾ ആ പരിസയ പ്രമാണിയുടെ മാതിരിയായി. ഇതിലാണ് നിങ്ങൾക്കുണ്ടാകേണ്ട വളർച്ച എന്ന് ഞാൻ കണിശമായിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കൂ. അതായത് ഇന്ന് തന്നെ നിങ്ങൾ ആരെയെല്ലാം കുറ്റപ്പെടുത്തിയിരുന്നോ അതെല്ലാം വിട്. കർത്താവേ, ഞാൻ ആരെയും വിധിക്കുന്നില്ല, കുറ്റമന്വേഷിക്കുന്നില്ല, അത് മറ്റൊരാളോട് പറയുകയും ചെയ്യുന്നില്ല. ഇപ്പൊ ചിലവര് എന്നോട് പറയും, ബ്രദറിനറിയോ അല്ല ഇന്ന ആൾ ഇങ്ങനെയൊക്കെയാണെന്ന്. അറിയോന്ന് ചോദിച്ചാൽ എനിക്കറിയാം, പിന്നെന്താ ഞങ്ങളോടൊന്നും പറയാഞ്ഞേ? അതെന്താ പറയണേ, ഞാൻ സുവിശേഷം പറയാനുള്ള നാവുകളാണ് എനിക്ക് ദൈവം തന്നേക്കണത്. മറ്റുള്ളവരുടെ ദുർവിശേഷം പറയാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുടെ നോട്ട് ഗുഡ് തിങ്സ് പറയാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഇത് വലിയ എൻ്റെ നാവിൽ നിന്ന് എന്ത് വരണം? സുവിശേഷം വരണം. മറ്റുള്ളവരിൽ എന്തെങ്കിലും സുവിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞോ. അവരില് എന്തെങ്കിലും തിന്മ അല്ലെങ്കിൽ നോട്ട് ഗുഡ് ന്യൂസ്, അങ്ങനെ ഒരു വചനമുണ്ട് പ്രഭാഷണത്തിൽ എവിടെയോ. ആ ചീത്ത വാർത്തകൾ പറയുന്ന നാവാകരുത് നമ്മുടെ. എനിക്കത് ഈ ഇടയ്ക്ക് ഭയങ്കര അനുഭവമാണ്. അത് മാത്രമല്ല ഒരുപാട് സമയവും ലാഭമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സമയമില്ലാത്ത പ്രശ്നമല്ലേ നമുക്കുള്ളത്. ഇത് പരിശുദ്ധ പിതാവ് ഈ ഇടയ്ക്ക് പ്രത്യേകം പറയുന്നു. പുള്ളി പറയണത് ഫരിസയെന്നോ പറയണില്ല, പുള്ളി പറയണത് ഗോസിപ്പിംഗ് നിർത്തണം നിങ്ങൾ. ഗോസിപ്പിംഗ്, ഈ ഗോസിപ്പിംഗ് ആണ് നമ്മളെ നിർവീര്യമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിനി അത് വീണ്ടും പല പ്രാവശ്യം പറയണില്ല. നമുക്കൊന്ന് കണ്ണടച്ചു, അല്ലെങ്കിൽ അത് പിന്നെ നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ഉണ്ടാകേണ്ടത്, ഇപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെ എനിക്കിതൊക്കെ മനസ്സിലായി? എനിക്കിതൊക്കെ മനസ്സിലാവുന്നത് ജ്ഞാനത്തിലുള്ള പ്രാർത്ഥനയിലൂടെയാണ്. അപ്പൊ നമ്മളുടെ ഗ്രൂപ്പിസം, നമ്മളിൽ പല ഗ്രൂപ്പുകളുണ്ടാവും. ഏതെല്ലാം ഗ്രൂപ്പ് ഉണ്ടായാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ ഒന്നുപോലെയാണ്. വരങ്ങളും ദാനങ്ങളും ഒക്കെ നമ്മളെല്ലാവരിലും ഒരുപോലെയുണ്ട്. നമ്മളെല്ലാവരെയും ദൈവം സ്നേഹിക്കാനും സ്നേഹം പകരാനും വിളിച്ചിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഓരോ മിനിസ്ട്രിയിലും, ഇപ്പോൾ നേഴ്സസ് മിനിസ്ട്രി, കരിസ്മാറ്റിക് മിനിസ്ട്രി, ജീസസ് യൂത്ത് മിനിസ്ട്രി, പ്രോ ലൈഫ് മിനിസ്ട്രി, ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഡൈനാമിക്സ് ഉണ്ടെങ്കിലും ഇതെല്ലാത്തിലും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ? പരിശുദ്ധാത്മാവാണോ? പരിശുദ്ധാത്മാവ്. അപ്പൊ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയാ, വിശാലമായ ഒരു ചിന്ത നമ്മൾ എടുക്കണം. ആ വിശാലമായ ചിന്തയിലൂടെയാണ് ഞാൻ ഒരിക്കലൊരു സംഭവം ഉണ്ടായി. എൻ്റെ ടീമിലുള്ള ഒരാൾ മറ്റുള്ള ടീം അംഗങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അവർക്ക് ആർക്കും ഈ ടീമംഗവുമായിട്ട് ഒത്തുപോകാൻ പറ്റണില്ല. ഇവരെല്ലാവരും കൂടി വന്നു, ബ്രദറിന് ഞങ്ങളെ വേണോ ഇയാളെ വേണോ? അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ കാര്യം? എന്താ ഇയാള് ഇത് ചെയ്തത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇതുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം എന്താ ചെയ്യുക?
അതുകൊണ്ട് നീ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് നോക്ക്, ഈ ടീം വിട്ടിട്ട്. എന്തുകൊണ്ട്? ഇവരെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ഭൂരിപക്ഷ അഭിപ്രായത്തിന് അങ്ങ് ചാടി വീണു. ഭൂരിപക്ഷ അഭിപ്രായം. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അങ്ങനെ അവൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ട് വരുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയാണ് അവരോട് അവിടെ നിൽക്കാൻ പറയും. അപ്പം ഞാൻ ഉടനെ പോയി പറഞ്ഞു, അവിടെ നിൽക്കട്ടോ, നിൽക്കെന്ന് പറഞ്ഞു. എന്താ കർത്താവേ, നീ എന്നോട് ചോദിച്ചോ? ശരിയാണല്ലോ, ഞാൻ ചോദിച്ചില്ല, ക്ഷമിക്കണം. എന്നിട്ട് പറയാണ്, കൊരിന്ത്യക്കാരുടെ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ 7-8 വചനമാണ്. പറയാണ്, സ്നേഹം എല്ലാം സഹിക്കുന്നു. ഉടനെ കാര്യം മനസ്സിലായി. സ്നേഹം എല്ലാം സ്വീകരിക്കുന്നു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഞാൻ ഉടനെ അവരെ വിളിച്ചിട്ട് എന്നോട് ക്ഷമിക്കണം, നീ പോകണ്ട, നീ ഇവിടെ നിന്നോ. ഇന്നും അവരെൻ്റെ കൂടെയുണ്ട്, ഏതാണ്ട് 20 വർഷമായിട്ട്. മറ്റവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ, ഇതാണ് കർത്താവ് പറയണത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരെയും നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കണതാണോ സ്നേഹം? മനസ്സിലാവുന്നുണ്ടോ? ഈശോ പറയുന്ന ദൈവരാജ്യത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമല്ല. ഈശോ പറഞ്ഞത് ശത്രുക്കളെയും സ്നേഹിക്കാവുന്ന സ്നേഹമാണ്. ശത്രുക്കളെയും സ്നേഹിക്കാവുന്ന സ്നേഹമാണ്. നമ്മളുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ? നമ്മൾ സാധാരണ നാട്ടും പുറത്തായാലും ഇവിടെ ആയാലും അവരുടെ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ ആണ് കേട്ടോ, നമ്മൾ പോയിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് അവർ വന്നേക്കണതാ, നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് അവർ ഇന്ന സമ്മാനം തന്നേക്കണതാ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ തരത്തിലുള്ളൊരു സമ്മാനം നമ്മൾ മേടിച്ചു കൊടുക്കണം. നമ്മുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് അവരൊരു വള തന്നതാണ്, അതുകൊണ്ട് അവരുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് നമുക്കൊരു വള കൊണ്ടുപോയി കൊടുക്കണം. ഈ ക്രിസ്മസ് ആയിട്ട് ഈ പലഹാരമൊക്കെ ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണേ. കാരണം അവർ ദീപാവലിക്ക് പലഹാരം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് ഇത്രയും വലിയ പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. പിള്ളേർക്ക് അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലും ഒരെണ്ണം കൊടുക്കട്ടെ. ഇല്ല, അത് വേണമെന്നില്ല. അവർ നമ്മളുമായിട്ട് അങ്ങനെ വലിയ... നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതല്ലേ നമ്മളുടെ ഇന്നുള്ള ക്രിസ്തീയ സോ കോൾഡ് സ്നേഹത്തിൻ്റെ ഒരു സർക്കിൾ? ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യണേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ്? ഈശോ പറയാണ്, വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവിടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. വിജാതീയർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അവർ പരിശുദ്ധാത്മാവ് അവരിൽ ക്രിയാശീലം എന്ന് പറഞ്ഞ പ്രവർത്തനമില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് വേണമെന്നില്ല, യേശുവും വേണമെന്നില്ല, ആർക്കും ചെയ്യാം. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ, കർത്താവ് ഈശോ മിശിഹ നമ്മളിലുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു വലിയ ശക്തി എന്താണ്? സ്നേഹിക്കാത്തവരെയും ശത്രുക്കളെ പോലെയും സ്നേഹിക്കാൻ നമുക്ക് ഒരു എബിലിറ്റി നൽകുകയാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമുക്ക് ഒരു എബിലിറ്റി നൽകുകയാണ്. അതാണ് ദൈവരാജ്യം, അതാണ് ദൈവനീതി. ഫരിസേരും നിയമജ്ഞരും ഈശോ പറയാണ്, ഈ വചനം ഇത്തിരി കഠിനമാണ്, എന്നാലും അവരെ കുറിച്ചാണ് പറയണത്. നമ്മൾ ആ ട്രാക്കിൽ പോകരുതെന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. ഈശോ പറയാണ്, നിങ്ങൾ ഫരിസേയര് നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ കടലും കരയും കടന്ന് വിഷമിച്ച് ബുദ്ധിമുട്ടി നിങ്ങൾ ഒരാളെ മതത്തിൽ ചേർക്കുന്നു. എന്നാൽ ചേർത്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയാതന അനുഭവിപ്പിക്കുന്നു. നിങ്ങളെക്കാൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ
ഈ വചനമൊന്നും നമ്മൾ കേട്ടിട്ടില്ലെന്ന് ഓമില് കേട്ടിട്ടില്ല അല്ലേ? കേട്ടിട്ടുണ്ടെങ്കിലും അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം ഇതാണ്: യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഈ പഴയ നിയമത്തിൻ്റെ അധീനത്തിലല്ല, മറിച്ച് പുതിയ നിയമത്തിലാണ്. ആ പുതിയ നിയമം പഴയ നിയമത്തിനേക്കാൾ ശ്രേഷ്ഠമായ, പഴയ നിയമത്തിൽ തിന്മ ചെയ്യുന്ന ഒരാളെ സ്നേഹിക്കുക എന്നത് ഇമ്പോസിബിൾ. ആ അർത്ഥത്തിലാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റില്ല. തല്ലിന് പകരം തല്ല്, പല്ലിന് പകരം പല്ല്. എങ്കിൽ ഈശോയുടെ പരിശുദ്ധാത്മാവിലുള്ള ജീവകാരുണ്യത്തിൻ്റെ ദൈവികമായ ഈ നിയമം തരുന്നത് ശത്രുക്കളെ, തിന്മ ചെയ്യുന്നവരെ, നമുക്കെതിരെ പീഡിപ്പിക്കുന്നവരെ, നമ്മോട് വിരോധം ചെയ്യുന്നവരെ സ്നേഹിക്കാനുള്ള, ഞാൻ പറയും സ്നേഹിക്കാനുള്ള ജ്ഞാനമാണ് തരുന്നത്. സ്നേഹിക്കാനുള്ള ജ്ഞാനമാണ്. ഇങ്ങനെ ഒരു, അപ്പൊ നമ്മൾ പലപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാം. അപ്പൊ നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തന്നെ എന്താ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ, ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള, ശ്രദ്ധിക്കണം, ഇപ്പൊ ഭയങ്കര കാര്യത്തോട് അടുക്കുകയാണ് കേട്ടോ. ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇടയിൽ നമ്മൾക്ക് അസമാധാനം തരുന്നതിൻ്റെ കാരണം ഈ ഫരിസേയൻ നമ്മളിലുള്ളത് കൊണ്ടാണ്. നമ്മളിലുള്ള ഫരിസേയൻ എന്താ? രാവിലെ മുതൽ ജീവിത പങ്കാളി നന്നാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അപ്പം അതിനു വേണ്ടി അവളിൽ എന്തൊക്കെ കുഴപ്പമുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കുക, അത് പറയുക. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ കുഴപ്പം ഇത് കണ്ടുപിടിച്ച് പറയണത് നേരിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് സമാധാനമുണ്ട്.